Hi guys, welcome to our YouTube channel Study to Fly Up. സ്റ്റഡി ടു ഫ്ലൈ അപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ബേസ്ഡും UGC നെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ടുകളാണ് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫുള്ള് കാണാനും വേണ്ടി ശ്രമിക്കുക. നോട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന ടോപ്പിക്കാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ നമുക്ക് മൂന്നായി തരംതിരിക്കാം: മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ നമുക്ക് മൂന്നായി തരംതിരിക്കാം: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മലനാടിനെ പറ്റിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 48% മലനാടാണ്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 48% മലനാടാണ്. കേരളത്തിൻ്റെ മലനാടിൻ്റെ ശരാശരി ഉയരം 900 മീറ്ററാണ്. കേരളത്തിൽ മലനാടിൻ്റെ ശരാശരി ഉയരം 900 മീറ്റർ. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂരിഭാഗവും മലനാടായാണ് കണക്കാക്കുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂരിഭാഗവും മലനാടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശത്തെയാണ് മലനാടായി കണക്കാക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി മലനാട്ടിൽ നിന്നാണ്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി മലനാടാണ്. സഹ്യപർവ്വതനിര എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. സഹ്യപർവ്വതനിര എന്നറിയപ്പെടുന്ന പർവ്വതനിരയായാണ് പശ്ചിമഘട്ടത്തെ കാണുന്നത്. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല ആലപ്പുഴയാണ്. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല ആലപ്പുഴയാണ്. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമലയാണ്. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമലയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമലയാണ്. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയും മീശപ്പുലിമലയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയും മീശപ്പുലിമലയാണ്. മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടമാണ്. വയനാട് കൂർഗ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗം ബ്രഹ്മഗിരി കുന്നുകൾ എന്ന് അറിയപ്പെടുന്നു. വയനാട് കൂർഗ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗം ബ്രഹ്മഗിരി കുന്നുകൾ എന്ന് അറിയപ്പെടുന്നു. കേരളത്തിൽ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നിവയാണ്. ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത് തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നിവയാണ്. വനമണ്ണിൽ കൃഷി ചെയ്യുന്ന വിഭവങ്ങൾ തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയാണ്. വനമണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയാണ്. നെക്സ്റ്റ് ഭാഗമായി നമ്മൾ മലനാട്ടിൻ്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നത് പ്രധാനപ്പെട്ട ദേശീയപാതകളാണ്. അതായത് മലനാട്ടിലൂടെ പോകുന്ന പ്രധാനപ്പെട്ട ദേശീയപാതകൾ. ഒന്നാമത്തേത് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 ആണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 766ഉം
ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH-744. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH-85. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH-85. അടുത്ത ഒരു ടോപ്പിക്ക് പീഠഭൂമിയാണ്. മലനാടുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗമാണ് പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ് വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയും വയനാട് പീഠഭൂമിയാണ്. പീഠഭൂമിയെപ്പറ്റി മറ്റൊരു ക്ലാസ് ഇതിനകത്ത് ഉൾപ്പെടുത്തും. അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായി പറയാം. എന്നാലും കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാടാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നതും വയനാട് പീഠഭൂമിയെയാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ചുരങ്ങൾ. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16 ആണ്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16 ആണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. വയനാടിൻ്റെ പ്രവേശന കവാടം താമരശ്ശേരി ചുരമാണ്. വയനാടിൻ്റെ പ്രവേശന കവാടം താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി കരിന്തണ്ടൻ എന്ന ഒരു വ്യക്തിയാണ്. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ അക്കാലത്ത് ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി കരിന്തണ്ടൻ ആണ്. കേരളത്തിൻ്റെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരം ആരുവാമൊഴി ചുരം എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരം ആരുവാമൊഴി ചുരം എന്ന് അറിയപ്പെടുന്നു. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം പേരമ്പാടി ചുരം എന്നാണ് അറിയപ്പെടുന്നത്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം പേരമ്പാടി ചുരം എന്ന് അറിയപ്പെടുന്നു. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ആണ്. ഇനി പാലക്കാട് ചുരത്തെ പറ്റി നോക്കാം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം എന്നറിയപ്പെടുന്നതാണ് പാലക്കാടൻ ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്നും അറിയപ്പെടുന്നത് പാലക്കാടൻ ചുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരവും പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരവും പാലക്കാടൻ ചുരമാണ്. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാടൻ ചുരം. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാടൻ ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശം ആണ് പാലക്കാടൻ ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശമാണ് പാലക്കാടൻ ചുരം. പാലക്കാട് ചുരത്തിൻ്റെ വീതി 30 to 40 കിലോമീറ്റർ ആണ്. പാലക്കാട് ചുരത്തിൻ്റെ വീതി 30 to 40 കിലോമീറ്റർ ആണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. പാലക്കാടൻ ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. ഇതോടുകൂടി മലനാട് എന്ന ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കുക. ഇടനാടും തീരപ്രദേശവും നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. തീർച്ചയായും വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.